Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്നലെ നമ്മൾ വിപണിയിൽ കണ്ടത് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ FIയുടെ ഭാഗത്ത് നിന്നൊക്കെ സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തുടർന്നുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ വിപണിയിൽ കണ്ടത്. ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ FIയുടെ ഭാഗത്ത് നിന്ന് 2381 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായത്. DIയുടെ ഭാഗത്ത് നിന്ന് 1077 കോടിയുടെ നെറ്റ് ബൈയിങ്ങുമാണ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു തുടക്കം നോക്കുമ്പോൾ കാണുന്നത് അല്പം പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 സംബന്ധിച്ച് 25,917 എന്നൊരു നിലയിൽ 60 പോയിൻറ്റിൻ്റെ നേട്ടമാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ 59,070 എന്നൊരു നിലയിൽ 36 പോയിൻറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് നോട്ടിലുമാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോബൽ ക്യൂസിലോട്ട് വരുമ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് പറയേണ്ടത് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ കണ്ടത് ഡൗ ജോൺസ്, S&P 500 തുടങ്ങിയ സൂചികൾ ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ നാസ്ഡാക്കിൽ 0.23% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സൂരജ് സാർ, ഏതായാലും നമ്മൾ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് നമുക്കിപ്പോൾ രൂപയുടെ ഇടിവ്, ഡോളർ ഇന്നലെ 93 കടന്നും പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്ലോബൽ ക്യൂസിലോട്ട് വരുമ്പോൾ US മാർക്കറ്റിൽ ജോബ് ഡാറ്റാസ് വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കുറവാണ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇൻഷുറൻസ് അമെൻമെൻറ്റ് ആക്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നിപ്പോൾ. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഒപ്പം ഈ ന്യൂസുകളെ കുറിച്ചൊക്കെ എന്താണ് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ക്രിസ്മസ് ചിൽ ഇസ് ബാക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചെറുതായിട്ടൊരു തണുപ്പ്, എവിടെ നോക്കിയാലും കാരൽ സിംഗിങ്. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുക, ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് വയ്ക്കുക, നമുക്ക് പിന്നെന്താ ഈ ഈ വൈനും കേക്കും ഒക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെ എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യം. ക്രിസ്മസ് ഞാൻ ഒരു കൊല്ലത്തിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണെന്നുള്ളത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫ്ലാറ്റിൻ്റെയൊക്കെ മുന്നിൽ ക്രിബൊക്കെ വെച്ച് നല്ല ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് ഇതൊക്കെ കാണുമ്പോൾ വളരെ വലിയൊരു പോസിറ്റീവ് വൈബാണ്. അതിൻ്റെ കൂടെ ഒരു മോർണിംഗ് ചിൽ, ഒരു തണുപ്പും കൂടെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ എൻജോയ് ദിസ് ടൈം എന്നുള്ളതാണ് അതിനകത്ത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നു, എക്കണോമിയെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കുന്നു. ഓഫ് കോഴ്സ് റുപ്പിയുടെ കാര്യത്തിൽ കുറച്ചൊന്ന് ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കിയെങ്കിൽ പോലും എക്കണോമിയെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്രയും നല്ല ന്യൂസ് നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ആഴ്ച നമുക്കൊരു US ട്രേഡ് ഡീൽ എന്നുള്ള ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിക്കൂടെ? അപ്പോൾ അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ ഈ ആഴ്ച തന്നെ US ട്രേഡ് ഡീൽ? ഇപ്പോൾ എല്ലാവരും മാർച്ചിലേക്ക് ആയിരിക്കും അത് എന്ന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമ്പോൾ സർപ്രൈസ്ഡ് ആയിട്ട് ഇനി നെക്സ്റ്റ് 10 ഡേയ്സോ അല്ലെങ്കിൽ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് ഇതേപോലെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് US ട്രേഡ് ഡീൽ, ഇപ്പോൾ ട്രേഡ് ഡീലിന് വലിയ റെലവൻസ് ഇല്ല എന്ന് നമുക്ക് US-ലോട്ടുള്ള എക്സ്പോർട്ട് ഫിഗേഴ്സും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്ലോബൽ എക്സ്പോർട്ട് ഫിഗേഴ്സും കണ്ടപ്പോഴത്തേക്കും ട്രേഡ് അല്ലെങ്കിൽ ടാരിഫ് വെച്ചത്, ട്രേഡിന് മേൽ ടാരിഫ് വെച്ചത് വലിയൊരു റെലവൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ് പോസിറ്റീവ്, എവിടെയെങ്കിലും വെച്ച് കാര്യങ്ങൾക്കൊരു അവസാനം വേണമെന്നല്ലോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ട്രേഡ് ഡീലിനെ കുറിച്ച് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ? ആ ഗിഫ്റ്റ് എന്തുകൊണ്ട് നമ്മുടെ ഒരു ഗിഫ്റ്റ് കൂടിയാവും, RBIയുടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റിന് പുറമെ ഈ ഒരു ഗിഫ്റ്റ് കൂടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൂടാ എന്നുള്ള, അപ്പം മേ ബി എന്താ പറയുക, ലോർഡ് ജീസസ് നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സും തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്നുള്ളത് ബ്രാൻഡ് ന്യൂ എന്താ പറയുക എക്സ്പെക്റ്റേഷൻസും ഹോപ്സും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകതയുള്ള കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, വിഷ്ണു, നമുക്കിനി ഒരു പക്ഷേ അടുത്ത കൊല്ലം ഈ സമയത്ത് ഇതേപോലെ ഇരിക്കാൻ നേരത്ത് നെക്സ്റ്റ് ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഗ്ലോബൽ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യം വരില്ല. കാര്യം എനിക്ക് തോന്നുന്നു US-ൽ നിന്നുള്ള ഇപ്പോൾ നാസ്ഡാക്ക് അല്ലെങ്കിൽ S&P 500-ൻ്റെയൊക്കെ അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സിൻ്റെ ഒന്നും കാര്യം ചിലപ്പോൾ നമുക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യേണ്ടി വരില്ല. കാര്യം നമ്മളിപ്പോൾ പറയുന്ന ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്താ, ഇന്നലെ US മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് വെളുപ്പാങ്കാലത്താണ് ആ ഡീറ്റെയിൽസ് കിട്ടുന്നതെന്നുള്ള, അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ പുതിയ ഒരു ഇത് വന്നേക്കുന്നു. അതായത് നാസ്ഡാക്ക് അപ്രൂവൽ സീക്ക് ചെയ്തേക്കാണ്. ആരെയെന്ന്? SEC, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. അതായത് നമ്മുടെ ഇവിടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും പോലെ അമേരിക്കയിലെ US-ലെ റെഗുലേറ്റർ, അതാണ് SEC, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. അവരുടെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ സീക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ്? 23 hours ഓഫ് ട്രേഡിംഗ്, 23 മണിക്കൂറിലേക്ക് ട്രേഡിംഗ് ആക്കണം എന്നാണ്. ശരിക്കും 24 ആണെന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ 1 മണിക്കൂർ പോസ് ഉണ്ട്. അതുകൊണ്ടാണ് 23 hours ഓഫ് ട്രേഡിംഗ് പെർ ഡേ ഫോർ 5 week എന്നുള്ള രീതിയിലേക്കാണ് അത് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി 16 hours ഓഫ് ട്രേഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. 16 hours ഓഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ നാസ്ഡാക്ക് സാധാരണ 3 സെഷൻസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 3 സെഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് രാവിലെ 4 AM മുതൽ രാവിലെ 9:30 AM വരെയാണ്
പ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് റെഗുലർ സെഷൻ തുടങ്ങുന്നത് 9:30 AM 9:30 AM മുതൽ വൈകുന്നേരം 4 PM വരെയാണ് റെഗുലർ സെഷൻ വരുന്നത്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ട്രേഡിംഗ്, ആഫ്റ്റർ അവേഴ്സ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് 4 PM to 9 PM. അങ്ങനെയാണ്, അതായത് 3 സെഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലതും പറയുന്നത് US മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റിൽ ആപ്പിൾ 3% കയറി എന്നൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ടെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഈ 3 സെഷനായിട്ട് 16 മണിക്കൂറിലാണ് US ഒരു ദിവസത്തെ ട്രേഡിംഗ് നടക്കുന്നത് എന്നുള്ള. ഇപ്പോൾ അവർ സീക്ക് ചെയ്തിരിക്കുന്നത് നേരെ 24 hours എന്ന് പറയാൻ പറ്റില്ല, വിത്ത് 1 hour പോസ് അവർക്ക് 23 hours ഓഫ് ട്രേഡിംഗ് വേണം. അതായത് ഗ്ലോബൽ മാർക്കറ്റ്സ് ആയിട്ട് അലൈൻ ചെയ്യണം ലോകത്തിൽ. അതായത് ഡിമാൻഡ് ഫോർ US ഇക്വിറ്റീസ് ഹാവ് റൈസൺ ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അവരുടെ ടൈം സോൺസിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ രീതിയിൽ മാർക്കറ്റ് അലൈൻ ചെയ്യുന്നു എന്നുള്ളത്. അതായത് നാസ്ഡാക്ക് US ടൈം നോക്കുകയാണെങ്കിൽ 4 AM to 8 PM വരെ, 4 AM to 8 PM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം. ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് IST എന്ന് പറയുന്നത് 10.5 മണിക്കൂർ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും മുന്നിലാണ്. ഓക്കെ, 10.5 hours അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നാസ്ഡാക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, രാവിലെ 4 AM മുതൽ 8 PM വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പോസ്. ആ 1 മണിക്കൂർ പോസ് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ എന്താ പറയുക, ഈ ടെസ്റ്റിംഗ് നടക്കുന്നത്, മെയിൻ്റനൻസ് നടക്കുന്നത്, ക്ലിയറിംഗ് നടക്കുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ട് 1 മണിക്കൂർ പോസ്. അപ്പോൾ 8 PM കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പോസ്. അത് കഴിഞ്ഞിട്ട് 9 PM വീണ്ടും തുടങ്ങി വെളുപ്പാങ്കാലം 4 AM വരെ പോകണം. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 സെഷൻസ് ആയിട്ടുള്ള 16 മണിക്കൂറിൽ നിന്ന് മാറ്റി ഈ പറയുന്ന പോലെ സ്ട്രെച്ച് ആയിട്ട് അതിൻ്റെ ഇടയിൽ 1 മണിക്കൂർ ഗ്യാപ്പ് മാത്രം 23 hours ആയിട്ട് പോവുക, ഗ്ലോബൽ മാർക്കറ്റായിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിലാണ് അവരിത് പറഞ്ഞേക്കണത്. EST എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിൽ യൂസ് ചെയ്യണം, നമ്മുടെ IST പോലത്തെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പോലെ യൂസ് ചെയ്യണതാണ് EST എന്ന് പറയുന്നത്. അതായത് ടൊറോണ്ടോ, ന്യൂയോർക്കിലൊക്കെ യൂസ് ചെയ്യണത് EST ആണെന്നാണ്. നമ്മുടെ IST നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 3 hours 10.30 hours, അതായത് 10.5 മണിക്കൂർ EST-യെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത വർഷം സാർ പറയുന്ന പോലെ ഇങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ട്രേഡ് സെറ്റപ്പ് തന്നെ മൊത്തത്തിൽ മാറുമല്ലേ സാർ? കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഓഫ് 2026 മുതലായിരിക്കും അത് വരുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ സമയത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ US ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം. മാർക്കറ്റ് ഫുൾ സ്വിങ്ങിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബട്ട് ഇതിൽ കുറച്ച് പേര് അതിനെ വെൽക്കം ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒപ്പോസിഷനും ഉണ്ട് എന്നുള്ള കാര്യം വെച്ചാൽ ഓരോ ബ്രോക്കിംഗ് കമ്പനിയും അവരുടേതായ ട്രേഡ് ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് അപ്ഗ്രേഡ് ചെയ്യണം 24 hours വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. വെളുപ്പാങ്കാലത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് ഡബിൾ ദ സാലറി ഒക്കെ കൊടുക്കേണ്ടി വരും. അതൊരു കോസ്റ്റ് ഓഫ് ഡൂയിങ് എ ഇക്വിറ്റി ബിസിനസ് ഈ വിൽ ബി ഹൈ എന്നുള്ള രീതിയിൽ. പിന്നെ അടുത്ത കാലത്ത് എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ഇതിനകത്ത് വലിയ ഇതൊന്നും വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. ബട്ട് ഈവൻ ദറ്റ് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ ഇക്വിറ്റീസിന് ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും ട്രേഡ് ചെയ്യാനായിട്ട് എല്ലാ സമയത്തേക്കും ആക്സസിബിൾ ആക്കണം എന്നുള്ള രീതിയിലേക്കാണ് അത് പോകുന്നതെന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും ഗ്ലോബൽ ക്യൂസിലേക്ക് ഒന്ന് പോകാം. എന്താണ് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് എന്നുള്ള രാവിലെ അതിൽ തന്നെ നോക്കിയിട്ട് വരാം എന്നുള്ള. അതായത് മിക്സഡ് ഡേ ഓഫ് ട്രേഡ് ആയിരുന്നു US മാർക്കറ്റ്സിൽ എന്നുള്ള. അതായത് ജോബ് ഡേറ്റ വളരെ പുവർ ആയിരുന്നു, നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ. അതായത് ആ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റിനെ ഡാമ്പൻ ചെയ്യാൻ ഈ ജോബ് ഡേറ്റ മതിയായിരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നാസ്ഡാക്ക് മാത്രം പോസിറ്റീവിലായിട്ട് നിന്നിട്ട് ബാക്കി S&P 500ഉം ഡൗ ജോൺസും മൈനസ് ആയിരുന്നു. ഇപ്പോൾ S&P 500 ഞാൻ നോക്കുമ്പോൾ -0.24% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.23% അപ്പായിരുന്നു എന്നുള്ള. ഡൗ ജോൺസ് -0.62% ആയിരുന്നു. ഈ നാസ്ഡാക്ക് പോസിറ്റീവ് ആവാൻ കാരണം തന്നെ ഈ ടെസ്ലയാണ്. ഈ ടെസ്ല സ്റ്റോക്കിൻ്റെ റൈസ്, അതായത് ടെസ്ല ഏതാണ്ട് 3.4% അപ്പായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഓൾ ടൈം ഹൈ ട്രേഡ് ചെയ്യാണ്. കാര്യം അവർ ആ റോബോ ടാക്സി ഇല്ലേ, അതായത് EV സെയിൽസ് ഒന്ന് ഡിപ്പായെങ്കിൽ പോലും ആ റോബോ ടാക്സി, ആ റോബോട്ടിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ടാക്സിയുടെ ഒരു ഹൈപ്പിലാണെന്ന് തോന്നുന്നു. ടെസ്ല സ്റ്റോക്സിൽ 3% മുകളിൽ അപ്പായിരുന്നു. അത് തന്നെയായിരുന്നു ഈ നാസ്ഡാക്ക് ഒരു പരിധിവരെ പോസിറ്റീവായിട്ട് നിർത്താനുള്ളൊരു കാര്യം. നമ്മൾ ഇന്നലെ ജനറലി ഞാൻ ഒന്ന് നോക്കുമായിരുന്നു. അതായത് US മാർക്കറ്റിൽ ആരൊക്കെയാണ് ഗെയിനേഴ്സ്. വാൾട്ട് ഡിസ്നി ഭേദപ്പെട്ട രീതിയിൽ
0.14% അപ്പായിരുന്നു എന്നുള്ളതാണ്. NVIDIA 0.98% അപ്പായിരുന്നു. ബോയിങ് 0.59% അപ്പായിരുന്നു. മൈക്രോസോഫ്റ്റ് 0.45% അപ്പായിരുന്നു. ലൂസർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള സൈലൻറ്റ് സ്റ്റാർ ആയിട്ടുള്ള ജോൺസൺ ഇന്നലെ ഒരു -2.2% ഡൗൺ ആയിരുന്നു എന്നുള്ള. ഷെവറോൺ അനദർ ഓയിൽ കമ്പനി ഈസ് ഡൗൺ ബൈ അറൌണ്ട് 2%. പിന്നെ മെർക്ക് ഫാർമ കമ്പനിയായ മെർക്ക് 2%, ഫൈസർ 3% ഡൗൺ ആയിരുന്നു. അപ്പോൾ ലൂസേഴ്സും ഗെയിനേഴ്സും നോക്കുമ്പോൾ വലിയൊരു ഗ്ലോബൽ ക്യൂ ഒന്നും എനിക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. ഇറ്റ്സ് എ മിക്സഡ് ഡേ ഓഫ് ട്രേഡ് എന്നല്ല. അതായത് മാർക്കറ്റ് ഇന്നലെ റിയാക്ട് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആ ജോബ് ഡേറ്റ എന്നുള്ളതാണ്. എന്താണ് ജോബ്സ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്? ജോബ് ഡേറ്റ എന്ന് പറയുന്നത് ഷോസ് എ ഡ്രോപ്പ് ഓഫ് 1,05,000 ജോബ്സ്. അതായത് ഒക്ടോബറിൽ 1,05,000 ജോബ്സിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ദാറ്റ് മീൻസ് അൺഎംപ്ലോയ്മെൻറ്റ് റൈസസ് ടു 4.6%. അതായത് 2021 ശേഷമുള്ള ഹയസ്റ്റ് ലെവലിലേക്കാണ് ഈ ജോബ് ലോസ് ഡേറ്റ വന്നേക്കുന്നത്. അതായത് ജോബ്സ് ഡ്രോപ്പ് ഡേറ്റ വന്നേക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത്. അതായത് 2 റേറ്റ് കട്ടും ജോബ് മാർക്കറ്റിനെ, അതായത് US-ൻ്റെ ഫെഡിൻ്റെ FOMC മീറ്റിങ്ങിലുള്ള 2 റേറ്റ് കട്ട് പോലും ജോബ് മാർക്കറ്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ മോശമായിട്ടുള്ള ജോബ്സ് ഡേറ്റ എന്ന് പറയുന്നത്. പക്ഷേ വിഷ്ണു, ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, പല ഡേറ്റാസും വരുന്നുണ്ടല്ലോ. അതായത് ഷട്ട് ഡൗൺ കാരണം പലതും ഒരു ലാഗോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവർ ഇത് റിലീസ് ചെയ്തതിൻ്റെ കൂടെ നോൺ ഫാം പേറോൾ ഡേറ്റയും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഈ നോൺ ഫാം പേറോൾ ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഈ ഡേറ്റയാണ് കൂടുതലും എക്കണോമി വാച്ച് ചെയ്യുന്നവരും അനലിസ്റ്റുകളും എക്സ്പെർട്ടുകളും എന്തിന് ഫെഡ് പോലും അവരുടെ ഫെഡ് റേറ്റ് ഡിസിഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ജോബ് ഡേറ്റ എന്ന് പറയുന്നത് നോൺ ഫാം പേറോൾ ഡേറ്റ എന്നാണ്. നോൺ ഫാം പേറോൾ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഈ ഫാം അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയും കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി ആയിട്ടുള്ള ജോബ്സ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഈ ജോബ് ഡേറ്റ വരുന്നത് എന്നുള്ളതാണ്. ബട്ട് ആ ഡേറ്റ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് 64,000 ജോബ്സ് വെയർ ആഡഡ് ഇൻ ദ മന്ത് ഓഫ് നവംബർ. അതായത് എക്സ്പെക്റ്റേഷൻ 45,000 ജോബ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് 64,000 ജോബ്സ് ആഡ് ചെയ്തത്. അപ്പം നോൺ ഫാം പേറോൾ ഡേറ്റ which is a much more significant and important data shows a positive sign എന്നുള്ള രീതിയിലേക്കാണ് അത് കാണിക്കുന്നത് എന്നുള്ളത്. അതായത് ഇത് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മന്ത്ലി റിപ്പോർട്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡേറ്റ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യണേ? നോൺ ഫാം US പേറോൾ ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദ ഹെൽത്ത് ഓഫ് US എക്കണോമിയാണ്. കാര്യം ഇതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ. ഹെഡ്ലൈൻ ആയിട്ടുള്ള ജോബ്സ് ഡേറ്റ ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ അത്രയും ഉയർന്നില്ല എന്നാണ് പല പത്രങ്ങളും പറഞ്ഞതെങ്കിലും നമുക്ക് നോക്കേണ്ടത് നോൺ ഫാം പേറോൾ ഡേറ്റയാണ്, അല്ലെങ്കിൽ ഫെഡിനെ സംബന്ധിച്ച് കണ്ട അതാണ്. അതായത് ഓവറോൾ ഹെൽത്ത് ഓഫ് US എക്കണോമിയാണ് അത് കാണിക്കുന്നത്. ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത് വെച്ചാൽ US എക്കണോമി ഈസ് ഇൻ എ ഗുഡ് ഷേപ്പ്. അതായത് ബിസിനസ്സുകളൊക്കെ നല്ലതിലാണ്, എക്കണോമി നല്ലതാണ്, എക്കണോമി ഹെൽത്തിയാണ്. അതുമല്ല എംപ്ലോയി ഹയറിംഗ് നന്നായിട്ട് ഉയരുന്നു, അതോടുകൂടി ജോബ് ക്രിയേഷൻ കയറുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നതെന്ന്. അപ്പോൾ ഓൾ ഈസ് വെൽ വിത്ത് US ജോബ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ക്രൂഷ്യൽ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള. ബട്ട് ഈ ക്രൂഷ്യൽ ഡേറ്റയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ നോൺ ഫാം പേറോൾ ഡേറ്റ പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബുക്സിൽ, അതായത് തിയറി പരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ സുഖമായിട്ടുള്ള കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ നോൺ ഫാം പേറോൾ ഡേറ്റ നന്നാവുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളിൽ ഇത് അഫക്റ്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫെഡ് യൂസ് ചെയ്യുന്ന ജോബ്സ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നോൺ ഫാം പേറോൾ ഡേറ്റയാണ്. നമ്മൾ ഈ പറയുന്ന ബെറ്റർ പേറോൾ ഡേറ്റയാണ് നമ്മൾ ഈ നോക്കുന്നത്. 64,000 വന്ന ഡേറ്റ 64,000. അപ്പോൾ അതിനകത്ത് സ്ട്രോങ് ജോബ് ഡേറ്റ കാണിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നു, അതായത് വേജസും സാലറീസും നന്നായിട്ട് ഉയരുന്നു. ഇത് ആൾക്കാരിലേക്ക് പണം കിട്ടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? കൺസംഷന് ഉപയോഗിക്കും, അല്ലേ? പോയി സാധനങ്ങൾ മേടിക്കും, ഇൻവെസ്റ്റ് ചെയ്യും, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? കൺസംഷൻ ഭയങ്കരമായിട്ട് ഉയരുമ്പോൾ ഇൻഫ്ലേഷൻ കൂടാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫെഡിന് ശരിക്കും ഇൻഫ്ലേഷൻ കൂടാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുക എന്നുള്ളതാണ് ടെക്സ്റ്റ് ബുക്ക് വൈസ് ഇത് പറയുന്നത്. ഇപ്പോൾ ഈ ബാങ്ക് ഓഫ് ജപ്പാനിൽ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ GDP അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഒരു സ്റ്റിമുലസ് ചെയ്യാൻ നോക്കിയിരിക്കുമ്പോൾ ബാങ്ക് ഓഫ് ജപ്പാൻ പറയുന്നത് എന്താ? ഒരുപാട് പേർക്ക് സാലറി കൂടുതൽ കിട്ടുന്നു, അത് കാരണം കൺസംഷൻ ഡ്രൈവ് ചെയ്യണു. കൺസംഷൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ ഉയരുന്നു. ആ ഇൻഫ്ലേഷനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോക്കിഷ് ആയാലേ പറ്റുള്ളൂ, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യണം. അതാണ് ബാങ്ക് ഓഫ് ജപ്പാൻ ഇനി വരാൻ പോണ ദിവസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യണമെങ്കിൽ അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് നടക്കും എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും തിയറട്ടിക്കലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഗുഡ്
നോൺ ഫാം പേറോൾ ഡേറ്റ ശരിക്കും പറഞ്ഞാൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണിക്കുന്നതെന്നുള്ള. ബട്ട് അത് നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഒന്നാമത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു എസ് എക്കണോമിക്ക് മോശമാണെന്നുള്ള അറിയാം. കാര്യം കോസ്റ്റ് ഓഫ് ഡൂയിങ് എ ബിസിനസ്, അതായത് ലോൺ എടുത്ത് ബിസിനസ് നടത്തുന്നതിന് ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആവും. പിന്നെ അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, ലോണ്, മോർഗേജസ്, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യും, വിച്ച് ഈസ് ബാഡ് ഫോർ യു എസ് എക്കണോമി എന്നുള്ള. ബട്ട് ഇത് നടക്കണമെന്നില്ല, ഞാൻ തിയറി പറഞ്ഞാണ് കോപ്പി ബുക്ക്. രണ്ടാമത്തെ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യണം എവിടെയെന്നറിയോ? ഓയിൽ പ്രൈസസിലാണ്. ഓയിൽ പ്രൈസ് എന്ന് വെച്ചാൽ യു എസ് എക്കണോമി നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു, ആൾക്കാർക്ക് നന്നായിട്ട് ജോലി കിട്ടുന്നു. ആൾക്കാർക്ക് നന്നായിട്ട് ജോലി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, കാറുകൾ മേടിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർമ്മാണം. അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് അമേരിക്കയിൽ ഇൻക്രീസ് ചെയ്യും, ട്രാവൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും, എനർജി നീഡ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്രൂഡിൻ്റെ ഡിമാൻഡ് കൂടണം, ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കൂടും. അങ്ങനെയാണെങ്കിൽ ക്രൂഡിൻ്റെ പൈസ കയറും എന്നുള്ള രീതിയിലാണ് പറയുന്നതെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ എഫക്റ്റ്, ആദ്യം നമ്മൾ പറഞ്ഞു ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇമ്പാക്റ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു ക്രൂഡ് ഓയിലിന് ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് കറൻസി. മൂന്നാമത്തെ കറൻസി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് നോൺ ഫാം പേറോൾ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് സ്ട്രെങ്തൻസ് ഡോളർ. അതായത് അവിടെ കൺസംഷൻ കൂടുന്നു, എക്കണോമി നന്നാവുന്നു. യു എസ് എക്കണോമി നന്നാവുകയാണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ, അതായത് കറൻസി, ഇപ്പോൾ ഉദാഹരണത്തിന് കറൻസി സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്താ? ലോകത്ത് ഗ്ലോബൽ ഓയിൽ ട്രേഡ് നടക്കുന്നതിൻ്റെ മീഡിയം ഓഫ് ട്രാൻസാക്ഷൻ എന്താ? ഡോളറാണ്, അല്ലേ? അപ്പോൾ ഡോളർ കയറാൻ നേരത്ത് countries that are importing crude may have to spend more dollars to purchase this oil എന്നുള്ളതാണ്, which will put pressure on their local currency. കേസ് ഇൻ പോയിന്റ് ഈസ് ഇന്ത്യ. നമ്മളെ സംബന്ധിച്ച് ക്രൂഡിൻ്റെ വില കയറുകയും ചെയ്യുകയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രൂഡിൻ്റെ വില കയറുകയാണ്. ഡോളറും സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തദൈവയാകും എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള വരുന്ന ഒരു കാര്യം. അപ്പോൾ നോൺ ഫാം പേറോൾ ഡേറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് ഫിഗർ കാണിക്കണം. തിയററ്റിക്കലി ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഇന്ത്യ അല്ലെങ്കിൽ ഓയിൽ ഇമ്പോർട്ടിംഗ് നേഷൻസ് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം. ബട്ട് അതൊന്നും നടക്കില്ല. കാര്യം യു എസ് ഇപ്പോൾ വേറൊരു ട്രാജക്ടറിയിലാണ്. ട്രംപിന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൊണ്ടുവരാൻ, കെവിൻ ഹാസറ്റിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് കെവിൻ വാർഷും അല്ലെങ്കിൽ കെവിൻ ഹാസറ്റിനെ കൊണ്ടുവന്നിട്ട് വീണ്ടും 50 ബേസിസ് പോയിന്റ്സ് കട്ടും 1% കട്ടും ഒക്കെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ചർച്ച പോലും ഉണ്ടാകാനുള്ള സാധ്യത വാർത്തകളായിട്ട് നമുക്കിപ്പോൾ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? റേറ്റ് കട്ട് കുറയ്ക്കുമോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതറിയില്ല എന്താവും എന്നുള്ളത്. കറക്റ്റ്. പിന്നെ ഇത് മാത്രമല്ല, ഈ നോൺ ഫാം പേറോൾ ഡേറ്റ നമ്മൾ ഈ നവംബറിൽ കൊണ്ടുവന്നത് കൂടാതെ റീവർക്ക്ഡ് ആയിട്ടുള്ള ഒക്ടോബറിലെ നോൺ ഫാം പേറോൾ ഡേറ്റയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് യു എസ് ഇതിൻ്റെ കൂടെ. പക്ഷേ അത് നല്ലൊരു പിക്ചർ അല്ല കാണിക്കുന്നത്. നവംബർ ഡേറ്റ നന്നായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ഒക്ടോബർ ഡേറ്റ വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു ജോബ്സ് ഡേറ്റയാണ് യു എസ് എക്കണോമിയിൽ വന്നേക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ജോബ് ഡേറ്റ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു ട്രഷറി ഈൽഡ്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ബോണ്ട് ഈൽഡ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് താന്ന് നിൽക്കുന്നത്, അതായത് മിക്സ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഡേറ്റയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള. അതുകൊണ്ട് യു എസ് 10-year ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത് 4.15% ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ വരുന്ന അടുത്ത ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്, അദ്ദേഹമാണ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞത്, അതായത് ഓയിൽ മാർക്കറ്റാണ്. അപ്പോൾ ഓയിൽ മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ പ്രൈസസ് ക്രാഷ് ടു ദ ലെവൽ ഓഫ് ലോവസ്റ്റ് ലെവൽ സിൻസ് 2021. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഓവർ സപ്ലൈ ഫിയേഴ്സ് കാരണം ബ്രന്റ് ക്രൂഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യണം എത്രയെന്നറിയോ? ബ്രന്റ് ക്രൂഡ് ട്രേഡ് ചെയ്യണത് 58.92 ബാരൽസ് അല്ലേ, $58.92 പെർ ബാരൽ. അതായത് $59 താഴെ വന്നിരിക്കുന്നു 2021 റേറ്റിലേക്ക്. 2021 ഫെബ്രുവരിയിലെ റേറ്റിനേക്കാൾ സാറി പറഞ്ഞ പോലെ കുറവാണ് ഇപ്പോൾ കാണുന്നത്. അബ്സല്യൂട്ട്ലി. അതുപോലെ WTI ക്രൂഡ്, ഞാനിപ്പോൾ ബ്രന്റിൻ്റെ റേറ്റാണ് പറഞ്ഞത്. WTI ക്രൂഡ് എത്രയാണ് പറഞ്ഞത്? $55.72 പെർ ബാരൽ എന്നുള്ളത്. അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 2021 ആവറേജ് റേറ്റ് എത്രയെന്നറിയോ? 2021 ബ്രന്റ് ക്രൂഡിൻ്റെ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ $71 പെർ ബാരൽ എന്നാണ്. അതിൽ നിന്ന് നല്ല സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് താഴെ വന്നിരിക്കുന്നു എന്നുള്ള. ബട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് നോക്കാൻ നേരത്ത് നമ്മൾ ഓപ്പണിംഗ് ഹവേഴ്സിന് കയറുന്നതിന് മുമ്പേ ചെറുതായിട്ട്, അതായത് 58.92 എന്നുള്ളതിനെക്കാട്ടിലും 59.5 ആയിട്ടൊന്ന് ഉയർന്നിട്ടുണ്ട്. അതൊരു 1% അപ്പായിട്ടുണ്ടെന്നുള്ള കാര്യം എന്നറിയോ? വെനിസ്വേല എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ഓയിൽ പ്രൊഡ്യൂസിങ് നേഷനാണ്. അവിടെ ഒരു ചെറിയൊരു മിലിറ്ററി ടെൻഷൻ വെനിസ്വേലയും US വന്നിട്ടുണ്ട്. അതായത് വെനിസ്വേലൻ ഓയിലിനൊരു ബ്ലോക്കേഡ്
US ട്രംപ് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാരണം ആ വെനിസ്വേല ഒരു സപ്ലയർ ആണല്ലോ ഓയിലിൻ്റെ, അത് കാരണം അവിടെ ഒരു ടെൻഷനും മിലിറ്ററി ബിൽഡപ്പ് കാരണം ഒരു 1% അപ്പായി 59.5 കാണിച്ചിരുന്നു എന്നുള്ള 1.68 ഉണ്ട് WT ക്രൂഡ് നോക്കുമ്പോൾ. അബ്സല്യൂട്ട്ലി 1.4 ഉണ്ട്. അതെ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, ഇപ്പോൾ 2-3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ റൈസിങ് ഗ്ലോബൽ സപ്ലൈ. നമുക്കറിയാലോ OPEC പ്ലസ് നേഷൻസും നോൺ OPEC നേഷൻസും ക്രൂഡിൻ്റെ സപ്ലൈ മാർക്കറ്റിലേക്ക് കൂടുതൽ സപ്ലൈ ഇടുന്നത് കാരണം തന്നെ ക്രൂഡിൻ്റെ മേൽ ഒരു പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. അത് മാത്രമല്ല, പിന്നെ ഈ N2 റഷ്യ യുക്രൈൻ വാർ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേറ്റോ എന്ന് പറയുന്നതായിരുന്നല്ലോ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ സെലൻസ്കി 2-3 ദിവസം മുമ്പ് പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ നേറ്റോയിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ. അതായത് ഏറ്റവും കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഇഷ്യൂ അവിടുന്ന് മാറുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ഭേദപ്പെട്ട ഡീൽ വരികയാണെങ്കിൽ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം സോൾവ് ആവുകയാണെങ്കിൽ അതും ക്രൂഡ് മാർക്കറ്റിന് നെഗറ്റീവാണ്. കാര്യം അത് വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് വന്നു കഴിഞ്ഞാൽ ചീപ്പായിട്ടുള്ള റഷ്യൻ ക്രൂഡിൻ്റെ മുകളിലുള്ള സാങ്ഷൻസ് പോകും. പിന്നെ അത് ലോകത്തേക്ക് ഒഴുകും. അപ്പോൾ ഇന്ത്യയും ചൈനയും പോലത്തെ രാജ്യങ്ങൾ, ടർക്കി പോലത്തെ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ അവിടുന്ന് മേടിക്കുകയാണെങ്കിൽ അതും അതിനകത്തൊരു പ്രോബ്ലമാണ് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, മേജർ എക്കണോമി ക്രൂഡ് വീഴാനുള്ള വേറെ കാര്യം എന്ന് വെച്ചാൽ മേജർ കൺസ്യൂമിങ് എക്കണോമികളായിട്ടുള്ള ചൈനയും യൂറോപ്പും ഒക്കെ എക്കണോമി ഒന്ന് സ്ലോയിങ് ഡൗൺ ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നാലാമത് നമ്മൾ റീസൺ നോക്കുകയാണെങ്കിൽ US ഈ പറയുന്ന പോലെ ജോബ് ഡേറ്റ കാണിക്കുന്നത് വീക്കായിട്ടുള്ള US എക്കണോമി ആണോ എന്നുള്ളൊരു ചോദ്യം കൂടെ അവിടെ ഉയരുന്നു എന്നുള്ള. അപ്പോൾ പൊതുവെ ക്രൂഡിന് ഒരു നെഗറ്റീവ് വൈബും നെഗറ്റീവ് സെൻറ്റിമെൻറ്റും ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞ പോലെ $58 പെർ ബാരലും $59 പെർ ബാരലും ഒക്കെ ട്രേഡ് ചെയ്യണേ എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഗ്ലോബലി നമ്മൾ ഓവർ സപ്ലൈ ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്ലോബലി ഓവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെൻട്രി നോക്കുകയാണെങ്കിൽ 4 കൊല്ലത്തെ ഹൈ ലെവലിൽ ഇൻവെൻട്രി ഓൾറെഡി കിടപ്പുണ്ട്, സ്റ്റോക്ക് കിടപ്പുണ്ടെന്നുള്ള. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ക്രൂഡ് മാർക്കറ്റിന് ഭയങ്കരമായിട്ട് പ്രഷർ കൊണ്ടുവരുന്നത് കാരണം ക്രൂഡ് ഡൗൺ ആയിരുന്നു എന്നുള്ള. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഹാൻഡ് ഓവർ ഡേറ്റ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വന്നത് ഈ ക്രൂഡിൻ്റെ ആണ് എന്നുള്ളതാണ്. കാര്യം ലോവർ ക്രൂഡ് ആരെയൊക്കെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്? ലോവർ ക്രൂഡ് ഈസ് ബ്യൂട്ടിഫുൾ ഫോർ കൺട്രീസ് ദാറ്റ് ഇമ്പോർട്ട് ഓയിൽ, അല്ലേ? ഓയിൽ ഇമ്പോർട്ടിംഗ് നേഷൻസിനാണ് ലോവർ ക്രൂഡ് കൊണ്ട് വരുന്നത്. അപ്പം ഈ ഓയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടിംഗ് നേഷൻസിനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻ്റ് റോ മെറ്റീരിയലാണ് ക്രൂഡ് എന്ന് പറയുന്നത്. എന്തിനൊക്കെയാണ് അവർക്ക് വരുന്നത്? ഒന്ന് എക്കണോമി, അല്ലേ? അതായത് ക്രൂഡ് മേടിക്കാൻ നേരത്ത് എത്രത്തോളം ഡോളർ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുറത്തു പോകും. അപ്പോൾ എക്കണോമിക്ക് വളരെ ഗുണകരമായിട്ട് വരും. കാര്യം വെച്ചാൽ ക്രൂഡിന് വില കുറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഡോളർ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് എൻ എക്കണോമി ഹൂ ഇസ് ഇമ്പോർട്ടിംഗ് ഓയിൽ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ബിസിനസ്സുകൾക്ക് എന്താ ഗുണം? മിക്ക ബിസിനസ്സിനും ക്രൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ റോ മെറ്റീരിയലാണ്, അല്ലേ? ആ ക്രൂഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പെയിൻറ്റ് കമ്പനിയുടെ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ആ ക്രൂഡിന് വില കുറയുക എന്ന് പറഞ്ഞാൽ ക്രൂഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനും കെമിക്കൽസിനും വില കുറയുമ്പോൾ പെയിൻറ്റ് കമ്പനീസിനൊക്കെ എന്ത് ഗുണം പറ്റും? പെയിൻറ്റ് കമ്പനീസിൻ്റെ പ്രോഫിറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അവർ പ്രോഡക്റ്റിൻ്റെ വില കുറയ്ക്കാൻ പോണില്ല, അല്ലേ? ഓൾറെഡി ക്രൂഡ് ഉയർന്നു നിൽക്കുന്നത് കാരണം കൂട്ടിവെച്ച വില ക്രൂഡ് കുറയുമ്പോൾ അവർ കുറയ്ക്കത്തൊന്നുമില്ല. അപ്പോൾ അവരൊരു മാർജിൻ എക്സ്പാൻഷൻസ് വരും. കോർപ്പറേറ്റ് പ്രോഫിറ്റും മാർജിനും ഇൻക്രീസ് ചെയ്യാനുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ എക്കണോമിയെ ബെനിഫിറ്റ് ചെയ്യും, രണ്ടാമത് ബിസിനസ്സുകളെ ബെനിഫിറ്റ് ചെയ്യും, മൂന്നാമത് ബെനിഫിറ്റ് ചെയ്യുന്ന കൺസ്യൂമറിനെ ബെനിഫിറ്റ് ചെയ്യുന്നത് നമ്മൾ കാറിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കും. ഗവൺമെൻറ് കുറയ്ക്കുകയോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. കാര്യം ഇതൊരു കുറച്ച ചരിത്രം ഈ ഗവൺമെൻറ്റിന് ഇല്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം എന്നുണ്ട്. ബട്ട് ഈവൻ ദെൻ പല സാധനങ്ങളുടെയും വില, കാര്യം പ്ലാസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രൂഡാണ്. അങ്ങനത്തെ പല കാര്യങ്ങളുള്ളതുകൊണ്ടും പൊതുവേ ലോവർ ക്രൂഡ് പ്രൈസസ് ഗ്ലോബലി ഹെൽപ്സ് ഇന്ത്യൻ കൺസ്യൂമേഴ്സ് ആൻഡ് സിറ്റിസൻസ് ഓൾസോ എന്നുള്ള രീതിയിൽ. അപ്പം ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് വരുന്നത്? ഓയിൽ ഇമ്പോർട്ടിംഗ് നേഷൻ. ഏത് രാജ്യമാണ് അവരുടെ ക്രൂഡ് ഓയിൽ റിക്വയർമെൻറ്റ് 80 മുതൽ 85% വരെ ഇമ്പോർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എ കൺട്രി ലൈക്ക് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് ആണ് ഈ ക്രൂഡിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ക്രൂഡ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ക്രൂഡ് വില കുറയുന്ന കാര്യത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത്, ഈ ക്രൂഡ് കുറയുന്നതിനനുസരിച്ച് ഇപ്പുറത്ത് ഡോളർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നെറ്റ് എഫക്റ്റ് ആയിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാര്യം എന്താ? നമ്മുടെ ഡോളർ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ? നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഇടുകയും ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ക്രൂഡിൽ ബെനിഫിറ്റ് ചെയ്യണോ അതൊക്കെ നമ്മൾ റുപ്പി ഡോളർ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിൽ പോകുന്നുള്ളത് നമുക്കത് പ്രോബ്ലം. പക്ഷേ അവിടെ റുപ്പി ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഡോളർ ഒന്നും അവിടെ നിന്ന് ഡിപ്രീഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൂഡിന് വില കുറയുന്നത് ഡയറക്റ്റായിട്ട് ഇന്ത്യൻ ബിസിനസ്സുകളെയും എക്കണോമിയെയും സിറ്റിസൻസിനെയും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം,
ക്രൂഡ് ഇങ്ങനെ ഇടിഞ്ഞു നിൽക്കുന്നത് കുറച്ചുകൂടെ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഇടിഞ്ഞു നിൽക്കണം. കുറച്ചുകൂടി ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഇടിഞ്ഞു നിന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. ഒരു 6-7 മാസം ക്രൂഡ് ഈ പറഞ്ഞ പോലെ 60 രൂപ താഴെയായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഒന്നാമത് ആലോചിച്ച് നോക്കൂ, ലോ ഇൻട്രസ്റ്റ് റേറ്റ് റെജീമാണ് ഇന്ത്യയിൽ, അല്ലേ? ലോ ഇൻട്രസ്റ്റ് റേറ്റ് റെജീമാണ്, ഹൈ ഡിമാൻഡ് ഫോർ പ്രോഡക്ട്സ് ആണ്. കാര്യം എന്താ? ഇൻകം ടാക്സ് റേറ്റ് കട്ട് ഉണ്ട്, GST2 കാരണം സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ 2 കൺസംഷൻ സ്റ്റിമുലസ് നിൽക്കുന്ന സമയത്ത് ക്രൂഡിൻ്റെ വിലയും കൂടെ കുറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു കൺസംഷൻ ബൂം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ GDPയിലേക്ക് വരും. എസ്പെഷ്യലി 2025 GDP അല്ലെങ്കിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് ഗ്രോത്ത് കുറവായിരുന്നല്ലോ, ലോവർ സിംഗിൾ ഡിജിറ്റ് 3 to 5% ആയിരുന്നല്ലോ ഇന്ത്യൻ കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിൻ്റെയും ഏർണിങ്സിൻ്റെയും ഗ്രോത്ത് 2020. നമ്മൾ 2026 ചെല്ലുമ്പോൾ നമ്മൾ ഇനി ഇയർ ഓൺ ഇയർ പറയുമ്പം ഒന്നാമതേ 2025 കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഈ ബെനിഫിറ്റ് കാരണം FY26 ഏർണിങ്സ് പമ്പപ്പ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ലോവർ ബേസ് എഫക്റ്റ് കാരണം ഡബിൾ എഫക്റ്റ് ആണ് അതിനകത്ത് വരാൻ പോണെന്നുള്ള വിച്ച് കുഡ് ബി എ റീറേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ബിസിനസ് എന്നുള്ളതാണ്. ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നത് അതായത് ഏർണിങ്സ് ചിലപ്പോൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ബെറ്റർ ഒരു ഏർണിങ്സ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ അബ്സല്യൂട്ട്ലി. അല്ല, മാർക്കറ്റ് നോക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ഏർണിങ്സ്. ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ട്രാൻഷ്യൻ്റ് ആൻഡ് ടെമ്പററി ആണ്. ഇപ്പോൾ റുപ്പി എന്ന് പറയുന്നത് ടെമ്പററി ട്രാൻഷ്യൻ. കാര്യം റുപ്പി ഞാൻ പറഞ്ഞില്ലേ 1990 18 ആയിരുന്നു റുപ്പി ഡോളറിന് അഗെയിൻസ്റ്റ്. 2014 ആയപ്പോൾ അത് 63 എന്ന് പറഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് അതൊന്നും പ്രോബ്ലം ഇല്ല. നമ്മളെ സംബന്ധിച്ച് കോർപ്പറേറ്റ് ഏർണിങ്സ് വന്നാലേ പൈസ തിരിച്ചു വരുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വെനിസ്വേലൻ ഓയിലാണ് ഇതിനകത്തൊരു വില്ലനായിട്ട് നിൽക്കുന്ന കാര്യം. വെനിസ്വേല ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വൺ ഓഫ് ദ മേജർ ഓയിൽ പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ് ആണ്, അതർ ദാൻ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ട്രംപ് ഇപ്പോൾ വെനിസ്വേലയെ ഒരു ഡെസിഗ്നേറ്റഡ് ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഓയിൽ ടാങ്കേഴ്സ്, അതായത് സാങ്ഷൻഡ് ആയിട്ടുള്ള ഓയിൽ ടാങ്കേഴ്സ് വെനിസ്വേലയ്ക്ക് അകത്തോട്ട് പോകുന്നതും ആ ക്രൂഡ് ക്യാരി ചെയ്ത് പുറത്തോട്ടും വരുന്ന എല്ലാ ടാങ്കേഴ്സിനും ഒരു ബ്ലോക്കേഡാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള. അതായത് എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, വിൽ നോട്ട് അലൗ ദ ഹോസ്റ്റൈൽ റെജീം ടു ടേക്ക് ഓവർ അവർ ലാൻഡ് അവർ ഓയിൽ ഓർ എനി അതർ അസെറ്റ്. അവരെ ഞങ്ങളുടെ ലാൻഡോ എണ്ണയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസറ്റോ എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ വെനിസ്വേലയ്ക്ക് അഗെയിൻസ്റ്റ് വളരെ ഹാർഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അസറ്റ്സുകൾ വെനിസ്വേല എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതൊരു പോസ്റ്ററിങ് ആണെന്നുള്ളത്. എന്തെടുത്തു എന്ന് ചോദിച്ചാൽ അതിലൊന്നും പറയാനില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചാൽ വെനിസ്വേലയ്ക്ക് ചുറ്റും US ഒരു മിലിറ്ററി ബിൽഡപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ മിലിറ്ററി ബിൽഡപ്പിന് സാധനം നമ്മൾ പറയണമെന്നറിയോ, അർമാഡ, അർമേഡ എന്നുള്ള ടേമാണ് ആ US മിലിറ്ററി ബിൽഡപ്പിനെ നമ്മൾ പറയുന്നത്. അതായത് സിഗ്നിഫിക്കൻറ്റ് ബിൽഡപ്പ് ഇൻ കരീബിയൻ. ആ കരീബിയൻ, അതായത് വെനിസ്വേലയ്ക്ക് അടുത്ത് വലിയൊരു ബിൽഡപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ അർമേഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഒരു മാസമായിട്ട് വെനിസ്വേലയും US തമ്മിൽ അങ്ങോട്ടും ചൊറിഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് ഓയിൽ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കണം. കാര്യം ഓൾറെഡി അറിയില്ല. കാര്യം വെനിസ്വേല ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഓൾറെഡി വെനിസ്വേലയുടെ ഓയിലൊക്കെ പലതും സാങ്ഷൻഡ് ആണ്. അപ്പോൾ ആ സാങ്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര ഓയിൽ മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളൊരു കണക്കൊക്കെ കിട്ടിയാൽ കെപ്ലർ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അത് പുറത്തു വിടുക, KLPER. അപ്പോൾ KPLER. അപ്പോൾ അവർ വിടുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പോൾ ഇതുവരെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ് മേജർ ഇഷ്യൂ. അമേരിക്കയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം. അതായത് അവരുടെ ഡൊമസ്റ്റിക് പ്രശ്നത്തിലാണ് അമേരിക്ക ഇത്രയും ചൂടാവണമെന്നുള്ള. അതായത് അവിടെ USൻ്റെ അലൈസും ഒക്കെ പറയണമെന്നറിയോ, അവിടെ 2024 ഒരു ഇലക്ഷൻ നടന്നു. അപ്പോൾ അവിടുത്തെ പ്രസിഡൻ്റായ നിക്കോളാസ് മഡൂറോനെ റീഎലക്ട് ചെയ്തു. ആ ഇലക്ഷൻ ലെജിറ്റിമേറ്റ് ആയിരുന്നില്ല, ഫ്രോഡുലൻ്റ് ആയിരുന്നു ഇലക്ഷൻ എന്നുള്ള രീതിയിലാണ് US അവകാശപ്പെടുന്നത്. അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതുമാത്രമല്ല അവർ പറയുന്നത് വെച്ചാൽ ഈ മഡൂറോ എന്ന് പറയുന്ന പ്രസിഡൻ്റെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന് വെനിസ്വേലയിൽ ഒരു ഡ്രഗ് കാർട്ടൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേന്നുള്ള. അപ്പോൾ വെനിസ്വേലയുടെ ലൈഫ് ബ്ലഡാണ്, അതായത് ബ്രെഡ് ആൻഡ് ബട്ടറാണ് ഓയിൽ എന്ന് പറഞ്ഞാൽ, അവിടെയാണ് അമേരിക്ക കയറി പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിപ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. വെനിസ്വേലയിലെ ഓയിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്ന് കാണേണ്ടി വരും. ബട്ട് ആസ് ഓഫ് നൗ ക്രൂഡ് ഈസ് ഡിപ്രസ്ഡ് ആൻഡ് വിച്ച് ഈസ് ഗുഡ് ഫോർ ഇന്ത്യൻ എക്കണോമി. ബട്ട് ഹൗ മച്ച് എന്നുള്ള രീതിയിലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്നല്ല. ഇന്ത്യക്ക് പല പീസസും ഇങ്ങനെ വരുന്നു എന്നേ ഉള്ളൂ. അപ്പം മനസ്സിലായി, ഇനി ഒരു സെൻറ്റിമെൻറ്റ് പോസിറ്റീവും കോർപ്പറേറ്റ് ഏർണിങ്സും കൂടെ മതി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഒന്ന് റീറേറ്റ് ചെയ്ത് കിട്ടാൻ എന്നുള്ളതാണ്. പിന്നെ ഗ്ലോബൽ ഓട്ടോ മേജേഴ്സിൻ്റെയാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇൻ്റർനാഷണലി വരുന്ന 2-3 കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ജർമ്മൻ കാർ മേക്കറായ വോക്സ് വാഗണിൽ നിന്ന് വരുന്ന ന്യൂസാണ്. ഈ വോക്സ് വാഗൺ എന്ന് വെച്ചാൽ
അവരുടെ മദർ കൺട്രി ജർമ്മനിയിൽ അവരുടെ പ്രൊഡക്ഷൻ എൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ഈ ആഴ്ച, എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ച, ഇന്നലെ ആയിരുന്നോ ബുധനാഴ്ചയാണോ എന്നറിയില്ല, അവരുടെ ലാസ്റ്റ് വെഹിക്കിള് അവരുടെ ഫാക്ടറിയിൽ നിന്ന്, ഡ്രസ്ഡൻ എന്ന് പറയുന്ന ഫാക്ടറി ജർമ്മനിയിൽ, ഡ്രസ്ഡനിൽ നിന്ന് ലാസ്റ്റ് വെഹിക്കിള് റോൾ ഔട്ട് ചെയ്ത് പുറത്തോട്ട് വരികയാണ് എന്നുള്ളതാണ്. അതായത് വോക്സ് വാഗൻ്റെ ചരിത്രത്തിൽ 88 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതായത് മദർ കൺട്രിയിൽ അവരൊരു പ്ലാന്റ് ക്ലോസ് ഡൗൺ ചെയ്യാമെന്നതിൽ 88 കൊല്ലത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സവിശേഷതയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കൊല്ലവും വോക്സ് വാഗൺ പറഞ്ഞിരുന്നു, അതായത് ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ കട്ടൊക്കെ വേണ്ടി വരുമായിരിക്കും. കാര്യം വെച്ചാൽ വളരെ ഡിമാൻഡ് ഫോൾ, അതായത് അവരുടെ മേജർ കൺസ്യൂമേഴ്സ്, വോക്സ് വാഗൺ കാറിൻ്റെ മേജർ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പും ചൈനയാണ്. അപ്പോൾ യൂറോപ്പിലെയും ചൈനയും എക്കണോമി ഒന്ന് മോശമായപ്പോഴേ ഇവരൊന്ന് വാൺ ചെയ്തിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രസ്ഡൻ പ്ലാന്റിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി 88 കൊല്ലത്തിന് ശേഷം വോക്സ് വാഗൻ്റെ ചരിത്രത്തിൽ ലാസ്റ്റ് വെഹിക്കിൾ റോൾ ഔട്ട് ചെയ്ത് അവരുടെ അസംബ്ലി പ്ലാന്റിൽ നിന്ന് വെളിയിൽ വളയുന്നു എന്നുള്ളതാണ് അതിനകത്ത്. അതായത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 230 എംപ്ലോയീസിൻ്റെ അടുത്ത് അവർ റിട്ടയർമെൻറ്റ് പ്ലാനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് പേരെടുത്ത് മറ്റുള്ള ലൊക്കേഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കേജും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഈ ഡ്രസ്ഡൻറ്റ് പ്ലാന്റ് ഉണ്ടല്ലോ, അവരിനി ഓട്ടോമൊബൈൽ അസംബ്ലിയൊക്കെ മാറ്റിയിട്ട് ഒരു റിസർച്ച് സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, എന്താ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് റിസർച്ച് സെൻറ്റർ, ലൈക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ഓട്ടോമൊബൈൽസിന് വേണ്ടിയിട്ടുള്ള ചിപ്പ് ഡിസൈൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു റിസർച്ച് സെൻ്ററായിട്ട് അവർ മാറ്റുന്നു. അതായത് അസംബ്ലി ലൈൻ മാറ്റിയിട്ട് ഒരു R&D സെൻ്ററായിട്ട് വോക്സ് വാഗൺ മാറ്റുന്നു. ജർമ്മനിയിലെ അവരുടെ ലാസ്റ്റ് പ്രൊഡക്ഷനാണെന്നുള്ളത്. വോക്സ് വാഗൺ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പേരാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. BMW, മേർക്ക് പോലെ തന്നെ ഈ മിഡിൽ ലെവൽ കാസിൽ, അത് മാത്രമല്ല വോക്സ് വാഗൻ്റെ ബ്രാൻഡാണെന്ന് തോന്നുന്നു പോർഷയൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. അതായത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ നിന്ന് അവർ നിർത്തുകയാണോ അതോ ജർമ്മനിയിൽ നിന്നുള്ള കംപ്ലീറ്റ് പ്രൊഡക്ഷൻ? ജർമ്മനിയിലെ പ്ലാന്റ് ആണ് ഇത്, ജർമ്മനിയിലെ പ്ലാന്റ് ആണ് ഡസ്റ്റനിൽ ഉള്ളതെന്നുള്ള. അപ്പോൾ ഏതാണ്ട് ആ ഒരു രീതിയിലേക്ക് തന്നെ വരുന്നു എന്നുള്ള. അപ്പോൾ വോക്സ് വാഗൻ്റെ ന്യൂസ് യൂറോപ്പിൽ നിന്ന് വരുമ്പോൾ അമേരിക്കയിൽ നിന്ന് കാർ മേക്കറിൻ്റെ അതിൽ നിന്ന് രസകരമായിട്ടുള്ള ന്യൂസ് ഫോർഡ് ഓട്ടോമൊബൈൽസിനാണ്. അപ്പോൾ ഫോർഡ് മോട്ടോഴ്സിൻ്റെ ഒരു വരും വെച്ചാൽ അവർ EV ബിസിനസ്സിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു, ഇലക്ട്രിക്കൽ ബിസിനസ്. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ബിസിനസ്സിൽ നിന്ന് വലിയ രീതിയിൽ പ്രോഫിറ്റ്സ് ഒന്നും അവർക്ക് വരുന്നൊന്നുമില്ല. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ പ്രോജക്റ്റ് ഹാസ് ഗോൺ ഫോർ എ ടോസ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരുപാട് റീജിഗ്, അതായത് അവർ ആ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ റീജിഗ് ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ് കുറച്ചും കൂടുതൽ ഹൈബ്രിഡ് വെഹിക്കിൾസിലേക്ക് മാറാവുന്ന ഒരു റീസെറ്റ് അവർക്ക് നടക്കുന്നു എന്നറിയാം. അതിൻ്റെ കോസ്റ്റ് എത്രയെന്നറിയും ഇതെല്ലാം കൂടെ ചെയ്യാൻ? $19.5 ബില്യൻ്റെ എക്സ്പെൻസാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കമ്പനിയുടെ 4th ക്വാർട്ടർ ഏർണിങ്സിൽ ഇത്രയും കാര്യങ്ങൾ ഹിറ്റാവാൻ പോകുന്നു എന്നുള്ളതാണ് ഫോർഡ് മോട്ടോഴ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അവരുടെ പുതിയതായിട്ടുള്ള EV പ്രോജക്റ്റൊക്കെ അവർ സ്ക്രാപ്പ് ചെയ്യാൻ പോവുകയാണ്, സ്ക്രാപ്പ് ചെയ്ത് കളയാൻ പോകുന്നത് എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. $19.5 ബില്യൺ ഹിറ്റ് എന്ന് പറയുമ്പോഴേ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ 8.5 ബില്യൺ തന്നെ അവരുടെ സെവറൽ പുതിയതായിട്ടുള്ള EV മോഡൽസ് കില്ല് ചെയ്യാനുള്ള എക്സ്പെൻസാണ് ഏതാണ്ട് 8.5 ബില്യൺ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് അവർക്കൊരു JV ബാറ്ററി ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു, സൗത്ത് കൊറിയയിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് നഷ്ടപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ഓൾറെഡി എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, 6 ബില്യൺ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം, $6 ബില്യൺ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അതുമല്ല അഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം കൂടെ ചേർന്ന് ഒരു $5 ബില്യൺ എഴുതി കളയേണ്ടി വരും. ക്യാഷിന് വേണ്ടി മാത്രം 5.5 ബില്യൺ എഴുതി കളയേണ്ടി വരും. അങ്ങനെ പല രീതിയിലും പൈസ എഴുതി കളഞ്ഞ് ഇതെല്ലാം ചെയ്ത് ഏതാണ്ട് $9.5 ബില്യൺ ഹിറ്റ് Q4 ഏർണിങ്സിൽ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഫോർഡ് പറയുന്നത് വെച്ചാൽ EV അല്ല ഫ്യൂച്ചർ, ഹൈബ്രിഡ് ആണ് ഇനി ഫ്യൂച്ചർ വരാൻ പോകുന്നത് എന്നുള്ള. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ടോട്ടൽ, അതായത് കുറച്ച് EV മോഡൽസ് അവർ റീറ്റെയിൻ ചെയ്ത് ഇനി ഹൈബ്രിഡും കൂടെ കൊണ്ടുവന്ന് ടോട്ടൽ അവരുടെ വെഹിക്കിൾ സെയിൽസിൻ്റെ 50% ഈ ഹൈബ്രിഡ് പ്ലസ് EVയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് 16% ഉള്ളൂ. അപ്പോൾ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ് ഫ്യൂച്ചർ എന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് ഞാനും ഉണ്ടല്ലോ, ഞാനും ഒരിക്കലും ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഫാനേ അല്ല. എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറയാത്തത് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ മനസ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു EV ഈസ് എ സ്കാം എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ബട്ട് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, അത് എടുക്കേണ്ട കാര്യമില്ല. ഹൂവർ ഹാസ് ബോട്ട് EV ഓർ ഹൂവർ ഈസ് ഇൻറ്റൻഡിങ് ടു ബൈ EV, നിങ്ങളുടെ പേഴ്സണൽ ആ ഒരു കൺവിക്ഷൻ വെച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വലിയൊരു ഡീസൽ ഫാൻ ആണ് എന്നുള്ളത്. ബട്ട് ഓഫ് കോഴ്സ് ഡീസൽ ഈസ് നോട്ട് ഗുഡ് ഫോർ ദ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ബട്ട് അറ്റ്ലീസ്റ്റ് ദ നെക്സ്റ്റ് ഓപ്ഷൻ കുഡ് ബി പെട്രോൾ, ദെൻ കംസ് എ ഹൈബ്രിഡ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഐ വിൽ സേ നോ ടു EV അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ബട്ട് അറിയില്ല ഭാവിയിൽ ഇത് മാറുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നുള്ള. അപ്പോൾ ഞാൻ പേഴ്സണലി ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റിൽ പോവാം. അതായത് റുപ്പി 91 ആയിരിക്കുന്നു, ക്രോസ് ചെയ്തിരിക്കുന്നു $. അതായത് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ്, വൺ ഓഫ് ദ മേജർ കറൻസീസ്, വേഴ്സ്റ്റ് പെർഫോമിംഗ് ഏഷ്യൻ കറൻസി ആയിട്ട് മാറി എന്നുള്ളതാണ്. അതിനകത്ത്
അതിനകത്തുള്ള പ്രത്യേകത എന്നുള്ളത്. വേറൊരു കാര്യം നോക്കണം, ഈ റുപ്പി ഡോളറിന് എഗെയിൻസ്റ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറയില്ലേ, ഡോളർ ലോകത്തുള്ള ബാസ്ക്കറ്റ് ഓഫ് കറൻസിക്ക് എഗെയിൻസ്റ്റ് ഡോളറും ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോളറിനെ സംബന്ധിച്ച് ഡോളർ ഇൻഡെക്സ് ഞാൻ നോക്കിയപ്പോൾ 98.27. ശരിക്കും ഇതിനകത്ത് ഡബിൾ എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഡബിൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോളർ വീണുകൊണ്ടിരിക്കുന്ന ഡോളറിന് എഗെയിൻസ്റ്റ് ആണ് ഇന്ത്യൻ റുപ്പി വീണുകൊണ്ടിരിക്കണേ എന്നുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതൽ തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് ലോ അല്ലേ 91.09 ലേക്ക് വന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇക്വിറ്റീസിൽ നിന്നും ബോണ്ട്സിൽ നിന്നും US$ പുറത്തോട്ട് പോകുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇൻഡോ US ട്രേഡ് ഡീലും ഡിലേ ആയി എന്നുള്ളത് മറ്റുള്ള കാര്യം. അതുമല്ല ഗ്ലോബലി ഒരു റിസ്ക് ഓഫ് ട്രേഡ് നടക്കുന്നതും ഇതിനൊരു കാരണമായി എന്നുള്ളത്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോഴല്ലോ വേറൊരു കാര്യം, കേരളത്തിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്. അത് ഇന്നലെ പാർലമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ 3 MPs ഈ ഡോളറിൻ്റെ വീഴ്ചയെക്കുറിച്ച് ചോദ്യം ചോദിച്ചതിൽ ഒന്നെന്ന് പറയുന്നത് ആനന്ദ് ബഡൂരിയ, രണ്ടാമത് നമ്മുടെ പാലക്കാട് MLA VK ശ്രീകണ്ഠൻ, മൂന്നാമത് അമര റാം. ഇതൊരു 3 പേരും ഒരു ക്വസ്റ്റ്യൻ എഴുതി ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് ശ്രീ പങ്കജ് ചൗധരി അതിന് റിട്ടൺ റിപ്ലൈ ടു ദ പാർലമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ റുപ്പി എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആണ്. അതിന് പ്രത്യേക ഒരു ടാർഗറ്റ് ലെവലോ ബാൻഡോ ഒന്നും ഗവൺമെൻറ് കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഒന്നുമില്ല, അതൊരു മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം. അതുമല്ല മിനിസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നു, മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് അതിൽ റിപ്ലൈയിൽ പറഞ്ഞു വയ്ക്കുന്നു വൈഡനിങ് ട്രേഡ് ഡെഫിസിറ്റും ഇൻഡോ US ട്രേഡ് ഡീലിലെ ഒരു എന്താ പറയുക കാലതാമസവും കൂടെയാണ് ഇതിനൊരു റീസൺ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പറയുന്നത് RBIയും ഈ സിറ്റുവേഷൻ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നു. റുപ്പിയിൽ വളരെ വലിയ ഹൈ ഫ്ലക്ച്വേഷനും വോളറ്റിലിറ്റിയും വരികയാണെങ്കിൽ മാത്രമേ RBI ഇടപെടുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിസംബറിൻ്റെ ആദ്യത്തെ 2 ആഴ്ചയിൽ മാത്രം ഏതാണ്ട് $2 ബില്യൺ പൈസ ഇന്ത്യൻ ഇക്വിറ്റീസിൽ നിന്നും ബോണ്ട്സിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു. ഓൾറെഡി ഒരുപാട് പൈസ പോയി എന്ന് നമുക്കറിയില്ല. അതായത് $32 ബില്യൺ അങ്ങോട്ടാണ് പോയത്. അതിൻ്റെ കൂടെ 2 ബില്യണും കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നോക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് പോയി, ഒന്ന് അമേരിക്കൻ മാർക്കറ്റിലെ സ്റ്റോക്കുകളും ബോണ്ടുകളും ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കിനെയും ബോണ്ടിനേക്കാട്ടിലും അട്രാക്റ്റീവ് ആയി എന്നുള്ളതാണ് കാര്യം. ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡുമായി അമേരിക്കൻ മാർക്കറ്റിൽ ഏർണിംഗ് പൊട്ടൻഷ്യലുള്ള കമ്പനി ബെറ്റർ വാല്യുവേഷനിൽ കിട്ടുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. രണ്ടാമത് US ട്രഷറി ഈൽഡ് ഉയരുമ്പോൾ ഇവിടുത്തെ ബോണ്ടിനേക്കാളിലും അതാണ് ബെറ്റർ എന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ ബോണ്ട് സെല്ല് ചെയ്ത് അങ്ങോട്ടേക്ക് പൈസ എടുക്കുന്നതും സംഭവം സർവ്വസാധാരണമാണ്. മൂന്നാമത് നമ്മൾ ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അൺവൈൻഡിങ് ഓഫ് എൻകാരി ട്രേഡ് അല്ലേ. ഈ വരാൻ പോണ 2 ദിവസങ്ങളിലായിരിക്കും ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഹൈക്ക് ചെയ്യണം. അത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ ദെയർ വിൽ ബി ഫ്ലൈറ്റ് ഓഫ് Japanese money, yen denominated money which has invested into Indian equities and bonds that can travel back to Japan. അത് നാളെയും മറ്റന്നാളും അല്ല നടക്കുന്നത്, ഓൾറെഡി അത് നടന്നിട്ടുണ്ടാവും. മേ ബി ഡിസംബർ മാസം കൂടുതൽ പൈസയും പുറത്തോട്ട് പോയത് US പോയത് മാത്രമായിരിക്കില്ല, ജപ്പാനിലേക്ക് ഈ yen ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ്ങും കൂടെ ഒരു കാരണമാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ടെക്നിക്കൽ അനലിസ്റ്റുകളൊക്കെ ഫോറക്സ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരത്ത് ഞാൻ ഒന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 91.2 അല്ലെങ്കിൽ 91.25 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്താൽ 92 വരെ പോകാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നുള്ള രീതിയിലും പറയുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു കാര്യം കൂടെ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ജോർഡനിലുണ്ട്. അവിടെ കിങ് അബ്ദുള്ളയെ ഒന്ന് ജോർഡേനിയൻ കിങ് അബ്ദുള്ളയെ അവിടെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇന്ത്യയും ജോർഡനും തമ്മിൽ ഏതാണ്ട് 2024 ഫിഗേഴ്സ് വെച്ച് 2.3 ബില്യൻ്റെ ട്രേഡ് ഡീലാണ് നടക്കുന്നതെന്നുള്ളത്. ഏതാണ്ട് അത് ഡബിൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇനി അനദർ 5 years $5 ബില്യണിലേക്ക് അവരൊരു ബൈലാറ്ററൽ ട്രേഡിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നുള്ളത്. അതായത് ജോർഡനെ നമ്മൾ എഴുതി കളയേണ്ട കാര്യം, ജോർഡൻ ഒരുപാട് ഫെർട്ടിലൈസേഴ്സും ആഗ്രി പ്രോഡക്ട്സും ഇന്ത്യയിലേക്ക് തരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ ജോർഡനായിട്ടുള്ള ഡീല് നമ്മുടെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഈ അമേരിക്ക നമുക്ക് പുഷ് ചെയ്ത് തരാൻ പോകുന്നില്ലേ ഈ GM ക്രോപ്സും ഡയറി പ്രോഡക്ട്സും ഫാം ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, അതിനെ ഒന്ന് കുഷൻ ചെയ്യാനായിട്ട് ഈ ജോർഡനായിട്ടുള്ള ബന്ധം നമുക്ക് കുറച്ചുകൂടി സഹായിക്കും. കാര്യം അതിനേക്കാളും അമേരിക്കക്കാട്ടിലും ചീപ്പ് റേറ്റിന് ഈ സാധനം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് നോക്കണേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചർച്ച നടന്നു, റിന്യൂവബിൾ എനർജി നടന്നു, ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി നടന്നു, ഫെർട്ടിലൈസേഴ്സും അഗ്രികൾച്ചർ പ്രോഡക്ട്സും നടന്നു, ഡിജിറ്റൽ ടെക്നോളജി
ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ നേരത്തെ പറയില്ലേ, നമ്മൾ റെയർ എർത്ത് മിനറൽസിൻ്റെ കാര്യത്തിലും സംസാരം നടന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ആൻഡ് ഫാർമ എന്നിങ്ങനെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ. ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ കാര്യത്തിലും ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ കാര്യത്തിലുമാണ് ഇന്ത്യക്ക് ഇനി സെൽഫ് സഫീഷ്യൻ്റ് ആവണേ. നമുക്ക് വലിയ റിസോർസോ ഡെപ്പോസിറ്ററീസോ ഒന്നുമില്ല. അപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈന പോലെ നമുക്ക് വലിയൊരു ട്രേഡ് റിലേഷൻഷിപ്പ് നമുക്ക് പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ, റഷ്യ പോലുള്ള വലിയ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധം വെച്ചാൽ ആ കാര്യത്തിൽ നമുക്കൊരു സെക്യൂരിറ്റി കിട്ടിയേക്കാം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് ഹാൻഡ് ഓവർ ഡീറ്റെയിൽസിൽ നമുക്കൊന്ന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള നമുക്കൊന്ന് മാർക്കറ്റ് അപ്ഡേറ്റും ടെക്നിക്കലും കൊടുക്കാം. വിഷ്ണു സാർ, മാർക്കറ്റിലോട്ട് പോകുന്നതുകൊണ്ട് സാറ് എന്നോട് മറ്റേ നമ്മുടെ വോക്സ് വാഗൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു, പോർഷയുടെ കാര്യം. ഞാൻ അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. അതായത് ഓഡി, ബെന്റ്ലി, ലംബോർഗിനി തുടങ്ങിയ വണ്ടികളൊക്കെ തന്നെ ഈ ഒരു വോക്സ് വാഗന്റെ ബ്രാൻഡുകളാണ്. ഇതെല്ലാം നമ്മൾ കാണുന്ന വളരെ വലിയ പ്രീമിയം ബ്രാൻഡൊക്കെ വോക്സ് വാഗന്റെ ആണ് എന്നുള്ളത്. കൂടാതെ 24,500-ലധികം യൂണിറ്റ്സ് ആണ് ഒരു ദിവസം കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഷട്ട് ഡൗൺ ഒക്കെ വരാൻ പോകുന്നത്. അബ്സല്യൂട്ട്ലി. സുരേഷ് സാർ, ഏതായാലും നമ്മൾ എവിടെ തുടങ്ങിയോ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. കാരണം നമ്മളൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ടൊരു താരിഫിൻ്റെ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നൊരു പ്രതീക്ഷയിലാണ്. ഒരു ഓയിൽ പ്രൈസിൽ റിഡക്ഷൻ. അതെ, അത് രണ്ടും കൂടി രീതിയിലുള്ളൊരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാർക്കറ്റ് വരട്ടെ, ഒപ്പം നല്ല ഏണിങ്സ് വരട്ടെ, മാർക്കറ്റ് മുന്നോട്ട് പോകട്ടെ എന്നുകൂടി പറയുകയാണ്. ഏതായാലും ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക, ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക. ഇതോടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത മണിക്കൂറിൽ നമ്മുടെ റിസർച്ച് ടീം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening hours with MyFin.